Hi everyone, this is Yevin Say from Evika. അങ്ങനെ നമ്മുടെ iOS 18 ബീറ്റ 8 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 229.7 MB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് മിക്കവാറും ഒരു 500 MB താഴത്തായിരിക്കും. ഈ ഒരു അപ്ഡേഷൻ കൂടെ തന്നെ നമ്മുടെ കുറേയധികം പുതിയ ബീറ്റ അപ്ഡേഷൻസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. iOS 18.1ൻ്റെയും ബീറ്റ 3 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കുറേയധികം ബീറ്റാസ് വാച്ചിനും മാക്കിനും എല്ലാത്തിനും പുതിയ പുതിയ ബീറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽഡ് നമ്പർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും iOS 18.22a5350A എന്ന്. ഈ ഒരു എ ആൽഫബറ്റ് വന്നിട്ടുള്ള സെക്കൻഡ് ബിൽഡാണ് ഈ പറഞ്ഞ ബീറ്റ 8 എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾ കണ്ട ആ സെയിം കണക്ടിവിറ്റി ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു ബീറ്റ 8ലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് വിഷ്വലായ ഒരു ചേഞ്ചസും കാണാൻ പറ്റില്ല. കാരണം വേറെ ഒരു മാറ്റങ്ങളും ആപ്പിൾ ഈ പറഞ്ഞ iOS 18 ബീറ്റ 8ൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയത് ഏറ്റവും നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഓപ്ഷനാണ്, സ്മൂത്ത് ആയിട്ടുള്ള ഒരു അപ്ഡേഷനും അതേപോലെ നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓരോ പേജ് മറിക്കുമ്പോഴും ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു സൂപ്പർ റിഫൈൻഡ് ഫീലിങ്ങും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. കാരണം ആ ഒരു ക്ലട്ടറിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ചോപ്പി ആയിട്ടുള്ളൊരു എഫക്റ്റോ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബീറ്റയിൽ ലഭിക്കുന്നില്ല. കുറച്ചധികം ആപ്സ് ഇപ്പോൾ എടുത്ത് നോക്കാം. ക്യാമറ ആപ്പ് എടുക്കാം, ഫാസ്റ്റ് ആയിട്ട് തന്നെ ലോഞ്ച് ആയിട്ടുണ്ട്. മ്യൂസിക് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കാം, ഇതും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ലോഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മ്യൂസിക് ആപ്പൊക്കെ കുറച്ചധികം ടൈം എടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്നിട്ടും നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ കലണ്ടറിൽ ആപ്പ് എടുക്കാം, കലണ്ടർ ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആയിട്ടുണ്ട്. ഇനി റീസെൻ്റ് ആപ്സിൽ നിന്ന് കളയാം, എന്നിട്ട് ഒന്നും കൂടെ എടുക്കാം. ഈ പറഞ്ഞ മ്യൂസിക് ആപ്പ് എടുക്കാം. മ്യൂസിക് ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ലോഡ് ആവുന്നത്. എനിക്ക് വലിയ സമയമോ ലാഗോ ചോപ്പിയോ ഒന്നും ആവുന്നില്ല. അത്യാവശ്യം നല്ല ഫാസ്റ്റും നല്ല സ്മൂത്തും റിഫൈൻഡുമായിട്ടാണ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ എല്ലാ ആപ്ലിക്കേഷൻസും ബാക്കി കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവരാത്ത കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇത്രയും നാൾ കണ്ടുവന്നിരുന്ന ഫോൺ ആപ്പിലെ ഒരു മാറ്റം iOS 18ൽ വന്നപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. അത് കുറേ പേര് അപ്രിഷ്യേറ്റ് ചെയ്ത കാര്യവും കൂടെയായിരുന്നു. അതായത് നമ്മുടെ ഫോൺ ആപ്പ് എടുക്കാം, റീസെൻറ്റ് ടാബിൽ ഈ പറഞ്ഞ എക്സ്ക്ലേമേറ്ററി ചിഹ്നത്തിന് പകരം കോൾ ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ നോർമൽ കോളോ ഫേസ് ടൈം ഓഡിയോയോ ഫേസ് ടൈമോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓരോ ഐക്കൺസും ലോഗോസും ഇവിടെ വരുമായിരുന്നു. ആ ഒരു ഓപ്ഷൻ ആപ്പിൾ ആദ്യത്തെ കുറച്ച് ബീറ്റാസിൽ മാത്രം കൊണ്ടുവന്നായിരുന്നു. ബീറ്റ 5 ബീറ്റ 6 കഴിഞ്ഞിട്ട് ആപ്പിൾ നമ്മുടെ ടിപ്പിക്കൽ നേരത്തെ ഉണ്ടായ ആ ഒരു പഴയ കോൾ ഹിസ്റ്ററിയിലേക്കാണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി എന്നാണ് iOS 18 ഒഫീഷ്യലി റിലീസ് ആവാൻ പോകുന്നത് വെച്ചാൽ ആപ്പിൾ അവരുടെ ഏറ്റവും വലിയ സെപ്റ്റംബർ ഇവൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ സെപ്റ്റംബർ 9 രാത്രി 10:30 മണിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ഈ പറയുന്ന ആപ്പിൾ ഇവൻറ്റ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ iOS 18 RC റിലീസ് വരാൻ പോകുന്നതും സെപ്റ്റംബർ 9 രാത്രി ഈ ഒരു ഇവൻറ്റിന് ശേഷമായിരിക്കും. ആൻഡ് നമുക്കൊരു 2 വീക്കിൻ്റെ ഗ്യാപ്പ് ആ ഒരു ഇവൻറ്റിൻ്റെ നടുക്കുണ്ട്. അതുകൊണ്ട് തന്നെ RC നമുക്ക് വരാൻ ഒരു 2 വീക്ക് ടൈം എടുക്കും. അതിനുശേഷം 9 ഇവൻറ്റിന് ശേഷം നമ്മുടെ iOS 18 RC റിലീസാവും. മിക്കവാറും ഒരു പ്രോബബിലിറ്റി ഓഫ് ചാൻസ് എന്ന് പറയുന്നത് 16th അതായത് ഇവൻറ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ചയിൽ നമുക്ക് iOS 18 ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കാനാണ് ചാൻസ് ഉള്ളത്. പക്ഷേ ആപ്പിളിൻ്റെ കാര്യമുണ്ട് ഒട്ടും നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻസ് വരുന്നത് 16th രാത്രി 10:30 മിക്കവാറും ഈ പറഞ്ഞ iOS 18 ഒഫീഷ്യൽ അപ്ഡേറ്റ് പബ്ലിക്കലി റിലീസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് iOS 18.1 ഒക്ടോബറിലായിരിക്കും ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു iOS 18.1ലാണ് ആപ്പിൾ ഇൻ്റലിജൻസും ബാക്കി പുതിയ പുതിയ കാര്യങ്ങളും ഐഫോൺ 16 സീരീസിൽ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഐഫോൺ 16ൽ ഈ പറഞ്ഞ പുതിയ സിറിയും
അതേപോലെ ആപ്പിൾ ഇൻ്റലിജൻസും നിങ്ങൾക്ക് ലഭിക്കില്ല. iOS 18.1 ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസും പുതിയ സിറിയും ബാക്കി ഓപ്ഷൻസും നിങ്ങൾക്ക് iPhone 16 സീരീസ് ആൻഡ് 15 Pro Max സീരീസിലും ലഭിക്കാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18 ബീറ്റ 8ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ പുതിയ കാര്യങ്ങളും അതേപോലെ റിഫൈൻമെൻറ്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലുള്ള പുതിയ അപ്ഡേറ്റ്സും ബാക്കി കാര്യം പറയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. അതിൽ കൂടെയും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ദിസ് ഇസ് Evan Xavier signing from Evica.